നമസ്കാരം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഉത്തരേന്ത്യയിൽ നിന്ന് രണ്ടുപേർ നമ്മുടെ കേരളത്തിലെത്തിയത്. ഒരു മുസ്ലിമും ഒരു ഹിന്ദു. മുസ്ലിം ഹിന്ദു എന്ന് പറയാൻ കാരണം ജാതി മത വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി അവരുടെ ഇഷ്ടപ്രണയത്തെ ഇവിടെ നമ്മൾ മലയാളക്കര സഫലീകരിച്ചു കൊടുത്ത ഒരു കഥയാണ് നമ്മൾ കണ്ടത്. അവിടെ വടക്കേ ഇന്ത്യയിൽ നിന്ന് അവിടുത്തെ നിയമ സംവിധാനങ്ങൾ കള്ളക്കേസുണ്ടാക്കി ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ നീതിയും നിയമവും നടപ്പിലാക്കിയപ്പോൾ അവരുടെ രക്ഷയ്ക്കായി കേരള ജനത ഒന്നായി നിന്നതും കണ്ടു. അതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒന്നോ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അതേ നാട്ടിൽ സദാചാര ഗുണ്ടായിസം അല്ലെങ്കിൽ മതവാദികൾ മതവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഗുണ്ടകളുടെ അവകാശപ്പെടുന്ന ഒരു വിഭാഗം ഗുണ്ടകളുടെ ഗുണ്ടായിസം, അതിൽ മനംനൊന്ത് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മുടെ നീതി ബോധം ഇതിന് ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടത് എന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. കണ്ണൂർ കൂത്തുപറമ്പിലാണ് ഈ സംഭവം നടക്കുന്നത്. കായലോട് പറമ്പായിലെ റസീന മനസ്സിലിൽ റസീന എന്ന പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യുന്നത്. ഈ റസീനയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ആൺ സുഹൃത്തും കൂടി ആ റസീനയുടെ വീട്ടിന്റെ അടുത്ത് കാറിലിരുന്ന് സംസാരിക്കാം. ഈ സമയത്ത് അവിടെ SDPI ഗുണ്ടകൾ വരികയും അവരെ ചോദ്യം ചെയ്യുകയും പരസ്യ വിചാരണ നടത്തുകയും ചെയ്യാം. പിന്നെ ആ യുവാവിനെ പാർട്ടി ഓഫീസിലേക്ക് SDPIയുടെ പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുന്നു. പിന്നെ സമീപത്തെ ഒരു മൈതാനത്തിലേക്ക് കൊണ്ടുപോയി 5 മണിക്കൂറോളം തടഞ്ഞു വെക്കുന്നു. പിന്നെ അയാളുടെ ടാബ്, അയാളുടെ ലാപ്ടോപ്പ്, അയാളുടെ മൊബൈൽ ഫോൺ ഒക്കെ അരിച്ചു പെറുക്കുന്നു. ക്രൂരമായി മർദ്ദിച്ച് അതിൽ മനംനൊന്താണ് റസീന ആത്മഹത്യ ചെയ്യുന്നത്. അല്ല, നമ്മൾ ചിന്തിക്കുന്നത് ഇത് 2025 നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. ഇവിടെ ഒരു ആണും പെണ്ണും കൂടി ഒരുമിച്ച് സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു സൗഹൃദം ഉണ്ടെങ്കിൽ ഒരു യാത്ര ചെയ്താൽ എന്താണ് ആകാശം ഇടിഞ്ഞു വീഴും ഇവിടെ? അല്ലെങ്കിൽ ആരാണ് ഇതിനൊക്കെ ഉത്തരവാദിത്വം ഇവരെ ഏൽപ്പിച്ചത്? ഈ ഗുണ്ടകൾ ആരും തന്നെ ഈ പെൺകുട്ടിയുടെയോ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളോ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ ആരും തന്നെയല്ല. ഈ ഒരു പെൺകുട്ടിയും അയാളുടെ സുഹൃത്തും കൂടി പരസ്യമായിരുന്നു സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അവർ പരസ്യമായാണ് അവരുടെ വീട്ടിലേക്ക് വരുന്നത്. ഇനി അവർ രഹസ്യമായാണ് വരുന്നതെങ്കിൽ കൂടി ഈ വന്ന ഗുണ്ടകൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവർ നിയമപരമായ കാര്യങ്ങൾ നോക്കുകയല്ലേ വേണ്ടത്. സദാചാര പോലീസ് കളിക്കുക. എത്രത്തോളം മനോവിഷമം ഉണ്ടായിരിക്കും ഇവിടെ മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ രക്ഷകർത്തൃത്വം എന്നു മുതലാണ് ഇവിടുത്തെ SDPI നേതൃത്വം ഏറ്റെടുത്തത്, അല്ലെങ്കിൽ SDPIന്റെ പ്രവർത്തകരെ ഏറ്റെടുത്തത്? അവരെ ആരാണത് ഏൽപ്പിച്ചത്? കായലോട് അക്ഷങ്കര പള്ളിക്ക് സമീപം ആൺ സുഹൃത്തിനോടൊപ്പം സംസാരിച്ചു നിന്ന, അതായത് കൂത്തുപറമ്പിൽ സംസാരിച്ചു നിന്ന ഒരു പെൺകുട്ടിയെ അവർ രണ്ടുപേരെയും വളഞ്ഞിട്ട് പരസ്യ വിചാരണ നടത്തുക. പിന്നെ ആ പെൺകുട്ടിയെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. അതിനുശേഷം പെൺകുട്ടിന്റെ രക്ഷിതാവിനെ പിതാവിനെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചിട്ട് ശകാരിക്കുക. അതുപോലെ ഈ യുവാവിനെ ഒരു മൈതാനത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുക, പരസ്യ വിചാരണ ചെയ്യുക. ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ എന്നാണ് SDPI ഗുണ്ടകളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചത്? ഏതാണ്ട് 5 മണിക്കൂറോളം ഈ പരസ്യ വിചാരണ നടത്തിയെന്നാ പറയുന്നത്. ഈ 5 മണിക്കൂറോളം ഈ പരസ്യ വിചാരണ നടത്തിയപ്പോൾ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ നാട്ടുകാരോ മറ്റാരും അറിഞ്ഞില്ല, ആരും ഇടപെട്ടില്ലേ? അതോ അവരെല്ലാം ഈ ഗുണ്ടകളാണോ? അതോ ഗുണ്ടകളെ ഭയന്ന് ജീവിക്കുന്നവരാണ്? ഈ 2025 ഇതുപോലെ സദാചാര ഗുണ്ടായിസം ഈ കേരളത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം ചെയ്താൽ കുഴപ്പം. ഇതൊക്കെ ആരാ തീരുമാനിക്കുന്നു? നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ സർവ്വസാധാരണമായവരുടെ ഗോത്ര സമൂഹത്തിൽ കണ്ടുവരുന്ന ചില സംഭവങ്ങൾ ഇവിടെ മതപരമായി, വർഗീയപരമായി, അതല്ലെങ്കിൽ സദാചാര ഗുണ്ടായിസപരമായി ഇവിടെയുള്ള ചെറുപ്പക്കാർ ഏറ്റെടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ ഏറ്റെടുത്ത് പെരുമാറാൻ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് അപകടമല്ലേ? ആ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഒരു പക്ഷേ ആരായാലും എന്തായാലും ഇവർക്ക് ഈ സദാചാര ഗുണ്ടായിസം നടത്താനും വിചാരണ നടത്താനുമുള്ള ഒരു അധികാരം ആരാണ് കൊടുത്തത്? ഇനി ഒരു പക്ഷേ ഈ സുഡാപ്പി ഗുണ്ടകളെ താങ്ങാൻ കുറച്ച് ആൾക്കാർ വരുമായിരിക്കും. ഒരുപക്ഷെ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് എഴുതും, നിന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അറിയാം, എൻ്റെ പെങ്ങളല്ല, ഏത് പെങ്ങള, ആരുടെ പെങ്ങളായാലും ശരി, ഇത് 2025 ആരുടെയും കാലിൽ കൂച്ചുവലം കടാനൊന്നും പറ്റില്ല. ആൺപെൺ സൗഹൃദങ്ങൾ ഇക്കാലത്തുണ്ടാകും. പക്ഷെ അതിനെ വിവേകപൂർവം അതിനെ കൈകാര്യം ചെയ്യാൻ അവർ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. അല്ലാതെ തടഞ്ഞു നിർത്തി ഗുണ്ടായിസം കാണിച്ച് ജീവനുകൾ അപകടപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യല്ല. Different angles. Don't forget to subscribe and support this channel.